ഹജ്ജ് നിർബന്ധമായിരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധ റസൂലിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു സഹോദരി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ ചോദിക്കുന്നത് വാർദ്ധക്യമെത്തിയിരിക്കുന്ന അവരുടെ പിതാവിനിക്ക് പകരമായിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്ക് ഹദീസിലേക്ക് കടക്കാം. അൻ സുലൈമാൻ ഇബ്നു യസാർ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല ജാഅത് ഇംറാത്തുൻ ഇലാ ഖസാമ ഗോത്രത്തിൽപ്പെട്ട ഒരു സഹോദരി പരിശുദ്ധ റസൂലിന്റെ അടുക്കൽ വന്നു. ആമ ഹജ്ജത്തുൽ വദാഇ, ഹജ്ജത്തുൽ വദാഇന്റെ ആ വർഷത്തിലാണ് വന്നത്. അതായത് ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ള വർഷത്തിൽ പരിശുദ്ധ റസൂലിന്റെ അടുക്കൽ ഒരു സഹോദരി വന്നു. ഖാലത്ത്, എന്നിട്ട് അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഫരീളത്തുല്ലാഹി അലാ ഇബാദിഹി ഫിൽ ഹജ്ജി അദ്റഖ്തു അബി ശൈഖൻ കബീറ. നബിയെ, ഹജ്ജ് നിർബന്ധമായിക്കൊണ്ട് ഉള്ള പ്രഖ്യാപനം വന്നല്ലോ. എൻ്റെ പിതാവ് വളരെ അങ്ങേയറ്റം വാർദ്ധക്യം എത്തിയിരിക്കുന്ന ഒരാളാണ്. എൻ്റെ പിതാവിനിക്ക് വന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ പ്രയാസമാണ്. വളരെ അങ്ങേയറ്റം വാർദ്ധക്യം എത്തിയിട്ടുണ്ട്. എന്നാൽ ലാ യസ്തതിഉ അൻ യസ്തവിയ അല റാഹിലത്തി, വാഹനത്തിൽ കയറിയിട്ട് എൻ്റെ പിതാവിനിക്ക് ഹജ്ജ് ചെയ്യാൻ വരാൻ കഴിയില്ല. അത്രക്കും പ്രായമായിട്ടുണ്ട്. എന്നാൽ ഫഹൽ യഖ്ലി അൻ അഹുജ്ജ അൻഹു, എനിക്ക് എൻ്റെ പിതാവിനെ തൊട്ട് പകരമായിട്ട് പിതാവിൻ്റെ ഹജ്ജ് എനിക്ക് ചെയ്യാൻ പറ്റുമോ? പിതാവിനിക്ക് പകരമായിട്ട് എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റും. അദ്ദേഹം മരണപ്പെട്ടിട്ടൊന്നുമില്ല, വാർദ്ധക്യ സഹജമായിരിക്കുന്ന പ്രയാസത്തിലാണുള്ളത്. എൻ്റെ പിതാവിനിക്ക് വാഹനം കയറിയിട്ട് വരാനൊന്നും കഴിയില്ല. അങ്ങനെയുള്ള പിതാവിൻ്റെ ഹജ്ജ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് സഹോദരി ചോദിക്കുന്നത്. പരിശുദ്ധ റസൂൽ അവർക്ക് മറുപടി അവരോട് പറഞ്ഞു കൊടുത്തു. ഖാല നഅം, നിങ്ങൾക്ക് ചെയ്യാം. പിതാവിനിക്ക് വന്ന് ഹജ്ജ് ചെയ്യാൻ പ്രയാസമാണ്, വളരെയധികം വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. എന്നാൽ ആ പിതാവിൻ്റെ ഹജ്ജ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത് നമുക്ക് നല്ലൊരു പാഠമാണ്. ഒരിക്കലും പരിശുദ്ധ മക്കയിൽ വന്ന് ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ കഴിയാത്ത വാർദ്ധക്യം എത്തിയിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഭേദമാകാത്ത പ്രയാസകരമായിരിക്കുന്ന രോഗത്തിൽ ഉള്ള ആളുകൾ, അവർക്കുള്ള ഉംറ ഹജ്ജ് അത് അവർക്ക് പകരമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്.